ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബി3 ഫാഷൻ. അപ്പോൾ ഇന്നത്തെ നൈറ്റിയുടെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഫുൾ ലെങ്ത് 49, ഷോൾഡർ 6.5, ഫ്രണ്ട് യോക്ക് 8, ബാക്ക് 9, ആം ലെങ്ത് 7, നെക്ക് ലെങ്ത് 5.5, സ്ലീവ് ലെങ്ത് 7.5, സ്ലീവ് റൗണ്ട് 13, ആം റൗണ്ട് 19. അപ്പോൾ നമ്മുടെ ബാക്ക് യോക്കാണ് ഞാനിവിടെ ചെയ്യുന്നത്. പേപ്പർ കട്ടിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക് യോക്ക് 9 പ്ലസ് 1 ഇഞ്ച് 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷോൾഡർ 6.5 എന്നുള്ളത് ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. നമ്മുടെ ആം ലെങ്ത്ത് 6.5 പ്ലസ് 1/2 ഇഞ്ച് 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി കൈക്കുഴി വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴെ നിന്ന് ഇതുപോലെ ഒന്ന് ചരിച്ച് കൈക്കുഴിയിലോട്ട് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ യോക്ക് പീസ്. ഇത് ബാക്ക് പീസാണ് കേട്ടോ. ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത ബാക്ക് പീസ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ പേപ്പർ കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഫ്രണ്ട് യോക്ക് ലെങ്ത് 8 പ്ലസ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഇതൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. നമ്മുടെ യോക്കിൻ്റെ ലെങ്ത് എന്താണോ അതിനേക്കാട്ടും 1 ഇഞ്ച് കൂടുതൽ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഇനി കഴുത്തകലം 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി നമുക്കൊരു സ്ക്വയർ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് എന്ത് നെക്കാണോ വേണ്ടത് ആ നെക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ താഴ്ഭാഗത്ത് ഒരു ചെറിയ യോക്ക് പീസ് വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇതേമാതിരി ഒരു ഷേപ്പ് ഞാൻ വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഈ കഴുത്തിൽ നിന്ന് നമുക്ക് ആ ലൈനിലോട്ട് മാർക്ക് ചെയ്ത് ഇതേമാതിരി ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇത് ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസല്ലേ, അപ്പോൾ നമുക്ക് കൈക്കുഴി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കുഴിച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വരകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ 1ാമത്തെ പീസ്, 2ാമത്തെ പീസ്, 3ാമത്തെ പീസ്. ഇത് കട്ട് ചെയ്ത് പോകുന്ന ഭാഗം. അപ്പോൾ ഞാൻ പീസസ് എല്ലാം ഇതേമാതിരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1, 2 ഇത് നെക്കിൻ്റെ താഴ്ഭാഗമാണ്. 3 ഇത് നമ്മുടെ കൈക്കുഴിയുടെ താഴ്ഭാഗമാണ്. ഇതാണ് നമ്മൾ താഴത്തെ പീസിൽ അറ്റാച്ച് ചെയ്യേണ്ടത്. ഇനി ഞാൻ ഇതേമാതിരി ബാക്ക് പീസ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫുൾ ലെങ്ത് 49 നിന്ന് ബാക്ക് യോക്ക് 9 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 40 പ്ലസ് 1.5 ഇഞ്ച് 41.5 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ആ മാർക്കിങ്ങിലോട്ട് നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്ത യോക്ക് പീസ് ആ യോക്ക് ഞാനിതുപോലെ വെച്ചിട്ട് ഞാൻ ഔട്ട്ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈനിലൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. പേപ്പർ കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഈ ഷേപ്പ് നമുക്ക് ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലൂടെ കട്ട് ചെയ്ത ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് നമുക്ക് ഇതേമാതിരി അറ്റത്ത് വെച്ച് കൊടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ ഇത് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാണ്ടിരുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ആ മാർക്കിങ്ങിലോട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. ഇത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഷേപ്പ് കറക്റ്റ് ഷേപ്പിൽ വരുന്നതാണിത്. അപ്പം ഞാൻ മാർക്കിങ്ങിലൂടെ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതേമാതിരി നമ്മുടെ കൈക്കുഴി വരുന്നതാണ്. ഇവിടെ നമുക്ക് പ്ലീറ്റ്സ് വരുന്നതാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് പീസാണ്. ഫ്രണ്ടിൻ്റെ 49 ഇഞ്ച് ലെങ്ത്തിൽ നിന്ന് 8 ഇഞ്ച് മൈനസ് ചെയ്ത് 41 പ്ലസ് 1.5 ഇഞ്ച് 42.5 ഇഞ്ച് ഞാനിവിടെ സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യോക്ക് ഫ്രണ്ട് പീസസ് കട്ട് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ 3ാമത്തെ പീസ്, അതായത് കൈക്കുഴിയുടെ താഴ്ഭാഗത്ത് വരുന്ന ആ പീസ് നമ്മുടെ ഈ ക്ലോത്തിൻ്റെ അറ്റത്തായിട്ട് ബാക്ക് പീസിൽ വെച്ച പോലെ തന്നെ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മൂന്നാമത്തെ പീസ് അറ്റത്തെ പീസ് കേട്ടോ. ഈ മാർക്കിങ്ങിലൂടെ നമുക്കിത് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇത് നമ്മുടെ ബോട്ടം പീസാണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗമാണ് നമുക്ക് ചുരുക്കിട്ട് കൊടുക്കാനുള്ളത്. ഇനി നമ്മളിത് രണ്ടാമത്തെ പീസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്കിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ഒരു ചെറിയൊരു യോക്ക് പീസാണ്. ഇത് നമ്മുടെ ഒന്നാമത്തെ പീസ്. ഞാനത് ഈ ബ്ലൂ ക്ലോത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനത് 7.5 ഇഞ്ച് എന്നുള്ളത് 1.5 ഇഞ്ച് പ്ലസ് ചെയ്ത് 9 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ കൈവണ്ണം 6.5 ഹാഫ് വരും പ്ലസ് 1.5 2 ഇഞ്ച് 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേമാതിരി ഒരു ചരിച്ച് വര വരച്ചിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കൈക്കുള്ളി വരച്ചു കൊടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതേ നമ്മുടെ കൈ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ യോക്കിൽ നമ്മളുടെ രണ്ടാമത്തെ പീസ്, അതായത് നെക്കിൻ്റെ താഴെ വരുന്ന പീസ് ഞാൻ ഇതേമാതിരി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരി ഒരു സ്പോഞ്ച് പീസിൽ വെച്ചിട്ട് ഞാൻ സെയിം പീസ് 2 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ക്ലോത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലോത്ത് ഇതുപോലെ മറിച്ചെടുത്തിട്ട് നമുക്കൊന്ന് ചുറ്റിനും അടിച്ചു കൊടുക്കാം. നിങ്ങൾക്കിത് ക്ലോത്ത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. സ്പോഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ സ്പോഞ്ച് വെക്കുമ്പോൾ ഇത്തിരി കൂടി ഭംഗി കിട്ടാനും പെർഫെക്റ്റായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടാണ് സ്പോഞ്ച് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലൂടെ ഞാൻ കുറച്ച് ലൈൻസൊക്കെ അടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതേമാതിരി ലൈൻസൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കൂടി ഭംഗി കിട്ടുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസ്, അത് നമ്മൾ 2 സൈഡിലായിട്ട് 4 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് നല്ല ഭാഗങ്ങൾ തമ്മിൽ വെച്ചിട്ട് നമ്മളുടെ ഈ ചരിച്ച് കട്ട് ചെയ്തേക്കുന്ന ആ ഭാഗം അടിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് മറിച്ചെടുക്കേണ്ടത്. അതിനിട്ട് ഇതേമാതിരി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മറിച്ച് ഫിനിഷിങ്ങിൽ കിട്ടുന്നതാണ്. ഇത് മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചുറ്റിനും ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അതുപോലത്തെ 2 പീസ് ഇതുപോലെ അടിച്ച് മറിച്ച് ഫിനിഷിങ്ങിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ 2 പീസും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ നെക്ക് ലെങ്ത്ത് 5.5 എന്നുള്ളത് 5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന പീസ് ഇതുപോലെ ഈ മാർക്ക് ഈ എൻഡിന് വന്ന രീതിയിൽ വെച്ചിട്ട് 2 ഭാഗവും വെക്കുക. ഞാൻ 5.5 എന്നുള്ളത് 5 എടുത്തത്. ഈ താഴത്തെ പച്ച പീസില്ലേ, അതിന് ഇത്തിരി കുഴിവുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് 5.5 എന്നുള്ളത് 5ൽ മാർക്ക് ചെയ്തത്. ഇനി നമുക്കിതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2 സൈഡ് അടിച്ച് വെച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ താഴെ ഭാഗത്തെ പീസ് ജോയിൻ ചെയ്യണം. അതിനായിട്ട് ഞാൻ താഴത്തെ പീസിൽ ഇതേമാതിരി ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അകലത്തിൽ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഫ്ലീറ്റ്സ് ഇടുമ്പോൾ നിങ്ങൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിലോട്ട് വരത്തക്ക രീതിയിലായിരിക്കണം ഫ്ലീറ്റ്സ് ഇടേണ്ടത്. അതാകുമ്പോൾ ഇത്തിരി കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ഫ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യോക്ക് പീസിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ സെൻറ്റർ രണ്ടും വരത്തക്ക രീതിയിൽ പിടിച്ച് ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമുക്ക് യോക്ക് ഈ താഴത്തെ പീസിലോട്ട് അടിച്ചു കൊടുക്കാം.
ഡബിൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് സ്റ്റിച്ചിങ് അഴിഞ്ഞു പോകാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാ ഞാനിത് ഇത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ദാ ഇതിൻ്റെ സൈഡിൽ കൂടി പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് ഞാനത് ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ 2.5 ഇഞ്ച് അകലത്തിൽ 2.5 ഇഞ്ച് കഴുത്ത് ഇറക്കത്തിൽ ഞാൻ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കഴുത്ത് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതായത് ഇതുപോലെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് കഴുത്ത് ഫിനിഷിങ് ചെയ്യാം. ഇതുപോലെ മടക്കി ചുറ്റിനടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഈ പീസ് ഒന്ന് പതിച്ചടിക്കുകയാണെങ്കിൽ നമുക്കത് മറിച്ചെടുക്കാനായിട്ട് ഈസി ആയിരിക്കും. ഞാനിപ്പോൾ ഫ്രണ്ട് പീസ് ചെയ്ത പോലെ തന്നെ ബാക്കിൻ്റെയും പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് യോക്കിൻ്റെ സെൻറ്ററും പ്ലീറ്റ്സിൻ്റെ സെൻറ്ററും കൂടി വെച്ചിട്ട് നമ്മൾ നേരത്തെ അടിച്ച പോലെ ഇതുപോലെ പിടിച്ച് യോക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ യോക്ക് അടിച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് പതിച്ചടിക്കുകയാണ്. ഈ പതിച്ചടിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് കാണാനായിട്ട് ഒന്നുകൂടി ഭംഗിയായിരിക്കും. പിന്നത്തെ കാര്യം ഇത് പെട്ടെന്ന് വിട്ടുപോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇതിൻ്റെ 2 നല്ല ഭാഗങ്ങളും കമഴ്ത്തിയിട്ടതിന് ശേഷം ഇതുപോലെ ഷോൾഡർ വെക്കുക. അതിനുശേഷം അടിച്ചു കൊടുക്കുക. നമ്മൾ ബാക്കിൽ അടിച്ച പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ മടക്കി വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ 2 ഷോൾഡറും ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കഴുത്ത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഷോൾഡറിൽ നിന്നും അടിക്കുകയാണ്. ഷോൾഡർ വിട്ടുപോരാതിരിക്കാനാണ് ഇതേമാതിരി പതിച്ചടിക്കുന്നത്. അതിനുശേഷം ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് അടിച്ചു കൊടുക്കുക. കണ്ടോ, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു മെത്തേഡിൽ. ഇനി നമുക്ക് സ്ലീവ് മടക്കി തയ്ക്കാം. അപ്പം നമ്മൾ സ്ലീവ് ഞാൻ സെൻറ്റർ ജോയിൻ്റാണ് വന്നേക്കണം. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ ആവശ്യത്തിൻ്റെ ലെങ്ത് അനുസരിച്ച് നമുക്ക് കൈ മടക്കി തയ്ക്കാം. ഇനി മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടണം. അത് നമ്മുടെ കൈയുടെ ഫ്രണ്ടിൽ ചുളുക്കില്ലാണ്ടിരിക്കാനാണ് ഇങ്ങനെ കുഴിക്കുന്നത്. ഇത് മാർക്ക് ചെയ്യുക ഫ്രണ്ട്. നമുക്ക് കൈ പിടിപ്പിക്കാം. അതിനായിട്ട് കൈയുടെ സെൻറ്റർ നമ്മുടെ ഷോൾഡറും കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ വയ്ക്കുക. വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എഫ് എന്ന് എഴുതിയേക്കണ ഭാഗമായിരിക്കണം ഫ്രണ്ടിൽ വരേണ്ടത്. അപ്പോൾ ഇതുപോലെ കൈ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതുപോലെ 2 സൈഡും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. അതിനായിട്ട് നമ്മുടെ കൈക്കുഴി ഹാഫ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കൈവണ്ണവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 മാർക്കിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് താഴോട്ട് ആവശ്യത്തിന് ഷേപ്പ് ചെയ്യുക. ഫ്ലീറ്റ്സ് ആയത് കാരണം നമുക്ക് വണ്ണം അധികം ഷേപ്പ് വരത്തില്ല. അപ്പോൾ ഞാൻ 2 സൈഡും അടിച്ച് ഇനി നമുക്ക് നമ്മുടെ താഴ്ഭാഗം ലാസ്റ്റ് മടക്കി കൊടുക്കാം. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമുക്ക് താഴ്ഭാഗം മടക്കി തയ്ക്കുന്നതോടുകൂടി നമ്മുടെ സ്റ്റിച്ചിങ് തീരുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ നൈറ്റി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.